സിആറിൻ്റെ കരട് രേഖ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കരട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ഹിയറിങ്ങിന് ഹാജരാകേണ്ടതായിട്ടും വരുന്ന 19 ലക്ഷം പേർ കേരളത്തിലുണ്ട്. അവർ എന്തൊക്കെ രേഖകളാണ് ഇയാളുടെ മുമ്പിൽ ഹാജരാക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന 13 രേഖകൾ ഇവയൊക്കെയാണ്. സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഏതെങ്കിലും ID കാർഡ്, ഒന്നാമത്തെ രേഖ. 2, any document issued by Government of India or local authorities or banks or post office prior to 1 July 1987. മൂന്നാമത്തെ രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്. 4, പാസ്പോർട്ട്. 5, SSLC സർട്ടിഫിക്കറ്റ് issued by the state boards or recognized boards or universities. 6, രേഖ പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് issued by the competent state authority. 7, ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ്. 8, OBC / SC or any caste certificate issued by the competent authority. 9, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. 10, ഫാമിലി രജിസ്റ്റർ prepared by state or local authorities. 11, any land or house allotment certificate by the government. 12, ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ മറ്റൊരു രേഖ കൂടി ഹാജരാക്കേണ്ടതായിട്ട് വരും. 13, എക്സ്ട്രാക്ട് ഓഫ് ഇലക്ടറൽ റോൾ ഓഫ് ബീഹാർ SIR വിത്ത് റെഫറൻസ് 1/7/2025. ഇത്തരം രേഖകളാണ് ഹാജരാക്കേണ്ടത്.